സീക്രട്ട് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിനു വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സീക്രട്ട്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായമെത്രാനും നിങ്ങൾക്കേറെ സുപരിചിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പളാനി പിതാവാണ്. പിതാവിനെ ഏറ്റവും ഹൃദ്യമായി ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇന്ന് നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ നിർമ്മലഗിരി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകരെയും ഏറ്റവും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചും കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ചുമാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് സ്വപ്ന അഗസ്റ്റ്യൻ. നിർമ്മലേരി സെൻറ് മേരീസ് സൺഡേ സ്കൂളിലെ മത അധ്യാപികയാണ്. പിതാവെ, എൻ്റെ ചോദ്യം ഇതാണ്. യേശു പ്രാർത്ഥിച്ചപ്പോൾ രക്തം വിയർത്തുവെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിച്ചിട്ടുണ്ടല്ലോ. ഈ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് വിശദീകരിക്കാമോ? യെസ്, ടീച്ചറിൻ്റെ ചോദ്യം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിൽ ഈശോയുടെ ഗത്സമനി പ്രാർത്ഥന വ്യാഖ്യാനിക്കുമ്പോൾ പ്രത്യേകിച്ച് 43-ാം വാക്യത്തിൽ പറയുന്നുണ്ട് ഈശോ ചോര വിയർത്തു എന്നുള്ളത്. ഇത് പലപ്പോഴും പ്രായോഗികമാണോ എന്നുള്ള ചോദ്യം തന്നെ അതിനകത്ത് ഒരു വശമുണ്ട്. അല്ലെങ്കിൽ ഈശോ ഇങ്ങനെ ചോര വിയർത്തു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമെന്ത് എന്ന അർത്ഥവും ഇതിൻ്റെ പരിപ്രേക്ഷ്യത്തിലുണ്ട് ഈ ചോദ്യത്തിന്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഈശോയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഈശോയ്ക്ക് ആ നിമിഷത്തിലുണ്ടായ ഒരു വിചാരവും വികാരവും ഒന്നുമല്ല തൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് ഉള്ളത് എന്ന് നമുക്കറിയാം. കാരണം ഈശോ ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ തന്നെ താൻ വരുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത് എന്ന് ഈശോയ്ക്ക് വളരെ കൃത്യമായിട്ടറിയാം. ദൈവമായിരുന്നത് കൊണ്ട് അവിടത്തേക്ക് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതിന് മുമ്പ് ഈ സംഭവം അറിയാം. കാരണം എന്താണ്? പറുദീസായിൽ മനുഷ്യകുലത്തിന് ദൈവം രക്ഷകനെ വാഗ്ദാനം ചെയ്യുമ്പോൾ തന്നെ ദൈവത്തിന് സംഭവിക്കാൻ പോകുന്ന സർവ്വകാര്യങ്ങളെക്കുറിച്ചും കൃത്യമായ പദ്ധതിയുണ്ട്. ആ പദ്ധതിയാണ് രക്ഷാകര പദ്ധതി. അതുകൊണ്ട് ഈശോ മിശിഹായ്ക്ക് കുരിശുമരണത്തെക്കുറിച്ച് ആ ഗത്സമനിയിൽ പെട്ടെന്നൊരറിവ് കിട്ടിയപ്പോഴുണ്ടാകുന്ന ഞെട്ടലും ഭയവുമായിട്ട് ആ പ്രാർത്ഥനയെ വ്യാഖ്യാനിക്കേണ്ടതില്ല. മറിച്ച് രക്ഷാകര പദ്ധതിയെ പൂർത്തീകരണത്തിൻ്റെ നിമിഷത്തിലേക്ക് എത്തിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹമാണ് ഗത്സമനിയിൽ പ്രകടമാകുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഈ ഗത്സമനിയിലെ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ തൻ്റെ രക്തം വിയർപ്പ് തുള്ളികളായി നിലത്ത് വീണു. അത് കഠിനമായ മനോസംഘർഷത്തിൻ്റെ സൂചനയായിട്ട് മനഃശാസ്ത്ര വീക്ഷണത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇപ്രകാരം ചില ശാസ്ത്രജ്ഞന്മാർ, അതുപോലെ തന്നെ ശരീരശാസ്ത്രജ്ഞന്മാരും വിദഗ്ധ ഡോക്ടർമാരുടെ സമിതിയും ഈ ഒരു വിഷയത്തെക്കുറിച്ച് പഠനം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതിൽ ഈ വിഷയത്തെക്കുറിച്ച് ഈശോയുടെ പീഡാനുഭവത്തിൻ്റെ ഓരോ അവസ്ഥകളെയും കുറിച്ച് വളരെ കൃത്യവും ശാസ്ത്രീയവും ശരീരശാസ്ത്രപരവുമായും പഠനം നടത്തിയിട്ടുള്ളത് ഫ്രഞ്ച് ഡോക്ടർമാരുടെ ഒരു സമിതിയാണ്. അവർ പീഡാനുഭവത്തെക്കുറിച്ച് വളരെ വിഖ്യാതമായ ഒരു കമൻ്ററി തന്നെ എഴുതിയിട്ടുമുണ്ട്. ഒരു വ്യാഖ്യാന ഗ്രന്ഥം തന്നെ എഴുതിയിട്ടുണ്ട്. അതിലവർ ചർച്ച ചെയ്യുന്ന സുപ്രധാന വിഷയങ്ങളിൽ ഒന്ന് ഇതാണ്. ഇത് പ്രായോഗികമാണോ എന്നാണ് അവർ ചർച്ച ചെയ്യുന്ന വിഷയം. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ കഠിനമായ അന്തസംഘർഷങ്ങൾ ഉണ്ടാവുകയും ആ വ്യക്തിക്ക് തൻ്റെ ശരീരത്തെ സംരക്ഷിക്കാനുള്ള താല്പര്യം കുറയുകയും ചെയ്യുന്ന സമയത്ത് ഇപ്രകാരം ചെറിയ രക്തക്കുഴലുകളിൽ പൊട്ടലുണ്ടാവുകയും അവയിലൂടെ രോമകൂപങ്ങളിലൂടെ ഈ രക്തം വിയർക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ സാധ്യമാണ്, ശരീരശാസ്ത്രപരമായി സാധ്യമാണ് എന്ന ഒരു നിഗമനമാണ് ഈ പണ്ഡിതന്മാർ തങ്ങളുടെ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ശരീരശാസ്ത്രപരമായ സാധ്യതയെക്കുറിച്ച് ഇവർ പറയുന്ന നിഗമനങ്ങളെ വിശ്വസിക്കുക അത്രേ ആവശ്യമുള്ളൂ എന്നാണ് എനിക്ക് തോന്നുക. സുവിശേഷകൻ ഈശോയുടെ
ഏതൊക്കെ രോമകൂപങ്ങളിലൂടെ ചോര വന്നു എന്നുള്ളതിൻ്റെ വിവരണം നൽകുക എന്നതിനപ്പുറത്ത് അതിന് വളരെ ആഴമേറിയ ഒരർത്ഥം കൽപ്പിച്ചു തരുന്നുണ്ട്. എന്താണ് ഈശോ ചോര വിയർത്തു എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ദൈവം തൻ്റെ രക്ഷാകര പദ്ധതി പൂർത്തീകരിക്കാൻ പോകുന്നത് ബലിയിലൂടെയാണ് എന്ന സത്യമാണ് ഗെത്സമനിയിൽ ഈശോ വെളിപ്പെടുത്താൻ പോകുന്നത്. കാരണം അവിടുന്ന് കേവലം ആചാരനിബദ്ധമായൊരു ബലിയല്ല, മറിച്ച് മൃഗബലിയല്ല, കുഞ്ഞാടുകളുടെ രക്തം ചിന്തിയല്ല, മറിച്ച് സ്വന്തം രക്തം വിലയായി കൊടുത്തുകൊണ്ടാണ് ഈശോ പിതാവിൻ്റെ തിരുഹിതം ഈ ഭൂമിയിൽ നിറവേറ്റാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ പ്രതീകാത്മകമായ സാക്ഷ്യമായിട്ട് ഈശോയുടെ രക്തം ചിന്തിയുള്ള പ്രാർത്ഥനയെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം രക്തം ഈശോയ്ക്ക് അവിടെ ഗെത്സമനിയിൽ നഷ്ടപ്പെട്ടു, അത്തരം ഗവേഷണങ്ങളെക്കാളും ഉപരിയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പിറ്റേന്ന് താൻ പൂർത്തീകരിക്കാൻ പോകുന്ന ബലിയുടെ തുടക്കം ഈ പ്രാർത്ഥനയിലൂടെ ഈശോ ആരംഭിക്കുകയാണ്. തുടർന്നങ്ങോട്ട് ഗെത്സമനി തുടങ്ങി ഈശോയുടെ പീഡാനുഭവം തുടരുകയാണ് എന്ന് നമുക്കറിയാം. ഗെത്സമനിയിൽ നിന്ന് ഈശോ ബന്ധനസ്ഥനായി പടയാളികളുടെ മർദ്ദനങ്ങൾക്കിരയായി തുടർന്ന് അവിടുന്ന് വിചാരണയ്ക്ക് വിധേയമാവുകയാണ്. അതായത് ഗെത്സമനിയിൽ ഈശോയുടെ കുരിശിലെ ബലി ആരംഭിച്ചു എന്നുള്ള സൂചനയായിട്ട് ലൂക്കാസ് സുവിശേഷകൻ്റെ ഈ പരാമർശത്തെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ അർത്ഥപൂർണമായ വ്യാഖ്യാനം എന്ന് വിചാരിക്കുക. അത് പിതാവ് പറഞ്ഞ പോലെ അത് നമ്മൾ വൈദ്യശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ മനഃശാസ്ത്രപരമായിട്ടോ ചിന്തിച്ചാൽ ഒരു ടെൻഷൻ്റെയോ അല്ലെങ്കിൽ ആകുലതയുടെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ അങ്ങനെ. പക്ഷേ യഥാർത്ഥത്തിൽ ദൈവപുത്രൻ അങ്ങനെ ഒരു ആവശ്യകത ഇല്ലാത്ത ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. അപ്പോൾ അതിനെ നമുക്ക് എത്രമാത്രം അംഗീകരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൻ്റെയും മനഃശാസ്ത്രത്തിൻ്റെയും ഈ പഠനത്തെ എത്രമാത്രം നമ്മൾ അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്? യെസ്, അതായത് വലിയ മാനസിക സമ്മർദ്ദം വരുമ്പോഴുണ്ടാകുന്ന ഒരു ശാരീരിക പ്രതിഭാസം എന്ന രീതിയിലുള്ള വ്യാഖ്യാനത്തെ നമ്മൾ ഈശോയുടെ കാര്യത്തിൽ വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുക. കാരണം ഈശോയ്ക്ക് ടെൻഷൻ ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളത് അപ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം അവിചാരിതമായ എന്തോ നമ്മുടെ ജീവിതത്തിലേക്ക് പെട്ടെന്ന് കടന്നു വരുമ്പോഴാണ് നമുക്കെല്ലാം ടെൻഷനും ഭാരവും ഉണ്ടാകും. പക്ഷേ ഈശോയെ സംബന്ധിച്ചിടത്തോളം ഇത് അവിചാരിതമായൊരു കാര്യമല്ല. പിതാവായ ദൈവത്തിൻ്റെ തിരുഹിതമറിഞ്ഞ് ഈ ഒരു നിമിഷത്തിലേക്ക് വേണ്ടിയാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തത് എന്ന് തൻ്റെ ജീവിത സാഫല്യത്തെ ഈശോ തൊടുന്ന നിമിഷമാണ്. മനുഷ്യാവതാരത്തിൻ്റെ ലക്ഷ്യം ഈശോ പൂർത്തീകരിക്കുന്ന നിമിഷമാണ്. ആ നിമിഷം മുതൽ ഈശോയുടെ ബലിജീവിതം ആരംഭിച്ചു, ഈശോയുടെ ബലിയർപ്പണം ആരംഭിച്ചു എന്നുള്ളതിൻ്റെ സൂചനയായിട്ട് അതിനെ മനസ്സിലാക്കുന്നതാണ് കൂടുതൽ അർത്ഥപൂർണമായിട്ടുള്ളത്. ശരീരശാസ്ത്രപരമായി ഇങ്ങനെ ചോര വിയർക്കാമോ എന്ന് ചോദിച്ചാൽ വിയർക്കാൻ പറ്റും എന്നുള്ള ഈ വൈദ്യശാസ്ത്രത്തിൻ്റെ കണ്ടെത്തലിനെ നമ്മൾ അംഗീകരിക്കാം, അതിനകത്ത് തെറ്റില്ല. പക്ഷേ അതിൻ്റെ യഥാർത്ഥ കാരണം ഈശോയ്ക്ക് ടെൻഷൻ വന്ന് നിയന്ത്രണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ് എന്ന വ്യാഖ്യാനത്തെ നമ്മൾ സ്വീകരിക്കേണ്ടതില്ല. താങ്ക് യു പിതാവേ. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. ഞാൻ ഷീജ ജോസഫ്. ഞാൻ നിർമ്മലഗിരി സെൻറ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപികയാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന എല്ലാ പ്രാർത്ഥനകളുടെയും ആരംഭത്തിൽ തന്നെ ചൊല്ലുന്നതായി കാണാറുണ്ട്. ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം കൊണ്ടാണോ ഇപ്രകാരം ചൊല്ലുന്നത്? ഷീജ ടീച്ചറിൻ്റെ ചോദ്യം, സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന നമ്മൾ പലപ്പോഴും നമ്മുടെ ആരാധനാക്രമ കർമ്മങ്ങളിലാകട്ടെ കൂദാശ അനുകരണങ്ങളിലാകട്ടെ ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുക. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പൗരസ്ത്യ സഭ പ്രത്യേകിച്ച് സുറിയാനി ക്രമത്തിലാണ് എങ്കിൽ അത്യുന്നതങ്ങൾ ദൈവത്തിനു സ്തുതി എന്ന് പ്രാർത്ഥിച്ച ശേഷം സ്വർഗസ്ഥനായ പിതാവേ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. മറ്റ് സഭകളിലും ചെറിയ വ്യത്യാസങ്ങളുണ്ടെങ്കിലും സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന മിക്കവാറും പ്രാർത്ഥനകളുടെ പ്രാരംഭ പ്രാർത്ഥനയായിട്ടാണ് സൂചിപ്പിക്കുക. ലത്തീൻ സഭയിൽ നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവേ ആരംഭത്തിലല്ല, അത് കൂദാശ സ്വീകരണത്തിന് ഒരുക്കമായിട്ടാണ്
ലത്തീൻ വിശുദ്ധ കുർബാനയിൽ സ്വർഗസ്ഥനായ പിതാവ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ എല്ലാ സഭകളിലും എല്ലാ പ്രാർത്ഥനകളിലും സ്വർഗസ്ഥനായ പിതാവെ അതിൻ്റെ പ്രാരംഭത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ നമുക്കറിയാം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയോടെ മിക്കവാറും പ്രാർത്ഥനകൾ ആരംഭിക്കുന്ന ഒരു പതിവ് സഭയിലുണ്ട്. കാരണം എന്താണ്? ദൈവതിരുമുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാഥമിക മനോഭാവം എന്തായിരിക്കണം എന്ന് ഈ പ്രാർത്ഥനയിലൂടെ വ്യക്തമാകുന്നുണ്ട്. എന്താണ് ആ പ്രാഥമിക മനോഭാവം? ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആശങ്കപ്പെടേണ്ടതില്ല. എൻ്റെ ജീവിതം എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകും, ഇതെങ്ങനെ ജീവിതത്തിന് ആവശ്യമായവ ക്രമീകരിക്കേണ്ടി വരും എന്നുള്ള ഭാരങ്ങൾ ഞാൻ ഒഴിവാക്കുകയാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്ന ആ നിമിഷം മുതൽ എൻ്റെ ജീവിതം മാറ്റപ്പെടുകയാണ്. ഞാൻ ദൈവ പൈതലാണ് എന്ന ബോധ്യം എന്നിൽ നിറയുന്നത് എന്നെ കൂടുതൽ ശാന്തനാക്കുന്നു, സമാധാന ചിത്തനാക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവഹിതത്തിന് കീഴ്വഴങ്ങാനുള്ള മനസ്സ് ഈ പ്രാർത്ഥനയുടെ ഭാഗമാണ് എന്ന് നമുക്കറിയാം. തന്നെയുമല്ല, ഈ പ്രാർത്ഥനയിലൂടെ എൻ്റെ ജീവിതത്തിൻ്റെ തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ, തെറ്റായ പ്രവണതകൾ അവസാനിപ്പിക്കാൻ, വെറുപ്പും വൈരാഗ്യബുദ്ധിയും വിട്ടുപേക്ഷിക്കാൻ ഒക്കെ ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ ഒരുക്കപ്പെടുകയാണ്. അതുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളുടെയും കവാടമായി വർത്തിക്കാൻ തക്ക പ്രാധാന്യം സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്കുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയും. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന കേവലം ഒരു വാചിക പ്രാർത്ഥനയായിട്ടോ അല്ലെങ്കിൽ ഒരു ഉരുവിടലായിട്ടോ മാത്രം ഒതുക്കി നിർത്താതെ, പിതാവ് പറഞ്ഞതുപോലെ സ്വർഗീയ പിതാവിനെ പിതാവായിട്ട് കണ്ടുകൊണ്ട് ആ പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ ഇനി നമുക്ക് പങ്കുചേരാനായിട്ട് പരിശ്രമിക്കാം. നന്ദി പിതാവേ. നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം നമുക്ക് കേൾക്കാം. എൻ്റെ പേര് TJ ജെയിംസ്. ഞാൻ നിർമ്മലഗിരി സെൻറ്റ് മേരീസ് സൺഡേ സ്കൂൾ മതാധ്യാപകനാണ്. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. ഇന്ന് പലർക്കും ഒരു സ്വയം പ്രേരിത പ്രാർത്ഥന നടത്താനോ ഒരു പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകാനോ സാധിക്കുന്നില്ല. വിശ്വാസികളെ ഈ രംഗത്ത് കഴിവുള്ളവരാക്കാൻ നാം എന്താണ് ചെയ്യേണ്ടത്? സാർ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഞാൻ ഓർക്കുന്നു, പണ്ടൊക്കെ കുട്ടികൾ നമ്മുടെ കുടുംബ പ്രാർത്ഥനയ്ക്കോ അല്ലെങ്കിൽ വാർഡ് പ്രാർത്ഥനയ്ക്കൊക്കെ വളരെ മത്സരിച്ചായിരുന്നു. എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഓർക്കുന്നത് വളരെ മത്സരിച്ചായിരുന്നു പ്രാർത്ഥനയൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇതേ സമയം ഇന്ന് പലയിടങ്ങളിലും ഈ ഒരു കുറവ്, കുട്ടികളൊക്കെയാണ് പ്രാർത്ഥന ചെല്ലുന്നതിലും മടി, അല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും പ്രാർത്ഥന മടി വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വളർന്നിട്ടുണ്ട്. അതിൽ നമ്മൾ എന്താണ് കൂടുതൽ ചെയ്യേണ്ടത്? എന്താണ് മാറ്റം നമ്മൾ കൊണ്ടുവരേണ്ടത്? യെസ്, ജെയിംസ് സാറും അച്ഛനും പറഞ്ഞത് വളരെ ശ്രദ്ധാർഹമായൊരു കാര്യമാണ്. പ്രത്യേകിച്ച് അജപാലകർ, മതാധ്യാപകരൊക്കെ ശ്രദ്ധ വയ്ക്കേണ്ടതാണ്. നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അതേസമയം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ അറിയാൻ പാടില്ല എന്ന സാഹചര്യം വരുന്നത് വളരെ ദുഃഖകരമാണ്. അങ്ങനെ ഒരു അജപാലന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ള ജെയിംസ് സാറിൻ്റെ നിരീക്ഷണം വളരെ ശ്രദ്ധേയമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കുക, പ്രിയപ്പെട്ടവർ, ആത്യന്തികമായി എല്ലാ വിശ്വാസ പരിശീലനവും ചെന്നെത്തേണ്ടത് എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ ദൈവത്തിരുമുമ്പിൽ നിഷ്കളങ്കമായി പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുന്നതിലേക്കാണ്. അതിന് നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ പരിശീലനങ്ങൾക്ക് കുറവുണ്ട്, എന്തോ പോരായ്മയുണ്ട് എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, മുൻകാലഘട്ടങ്ങളിലേക്കാളും കൂടുതൽ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ മുന്നിട്ടിറങ്ങി പ്രവർത്തിക്കുന്നവരും അവർ വളരെ സാഹസികമായി പോലും സംരംഭങ്ങളിൽ ഏർപ്പെടുന്നവരുമാണ് എന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്രകാരം സ്മാർട്ടായ കഴിവും സാമർഥ്യവുമുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥനയുടെ മേഖലകളിൽ വരുമ്പോഴേക്കും വളരെ ശുഷ്കരായി പോകുന്നു എന്ന് പറയുന്നത് തീർച്ചയായും നമ്മൾ ഗൗരവമായി പരിഗണിക്കേണ്ട വിഷയമാണ്. പ്രാർത്ഥിക്കാൻ പഠിക്കുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോഴാണ് മക്കൾക്കും പ്രാർത്ഥിക്കാൻ തോന്നുന്നത്. ഈശോയുടെ അടുത്ത് ശിഷ്യന്മാർ വരുന്നത് എപ്പോഴാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു? കർത്തൃ പ്രാർത്ഥന അവതരിപ്പിക്കുമ്പോൾ സുവിശേഷകന്മാർ പറയുന്നതാണ്, ഈശോ രാവ് വെളുക്കോളം പ്രാർത്ഥിക്കുകയായിരുന്നു. ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാരടുത്ത് എന്ന് പറഞ്ഞു, കർത്താവേ, ഞങ്ങളെയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന്. ഞാൻ ഓർക്കുന്നുണ്ട്, 2 കൊല്ലം മുമ്പ് റോമിൽ
മെത്രാന്മാരുടെ സിനഡ് നടന്നപ്പോൾ അതിൽ പങ്കെടുക്കാൻ എനിക്കും ഭാഗ്യം കിട്ടി. ആ സിനഡിൽ ഒരു യുവാവ് പരിശുദ്ധ പിതാവിനോട് പങ്കുവെച്ചത് ഇങ്ങനെയാണ്: പരിശുദ്ധ പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ മെത്രാന്മാരൊക്കെ ഞങ്ങളെ കുറ്റം പറയാറുണ്ട്, വൈദികർ കുറ്റം പറയാറുണ്ട്. പക്ഷെ ബൈബിളിലേക്ക് നിങ്ങൾ നോക്ക്. പ്രാർത്ഥിക്കണമെന്ന് ശിഷ്യന്മാർക്ക് തോന്നിയത് എങ്ങനെയാണ്? പ്രാർത്ഥിക്കാൻ പഠിക്കണം എന്ന് ശിഷ്യന്മാർക്ക് തോന്നിയത് എപ്പോഴാണ്? ഈശോ പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർക്കും തോന്നി ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ പഠിക്കണം. ഞങ്ങൾ യുവജനങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ കാരണം മാതൃകാപരമായി പ്രാർത്ഥിക്കുന്ന വ്യക്തിത്വങ്ങൾ ഞങ്ങളുടെ മുമ്പിൽ ഇല്ലാതെ പോകുന്നതാണ് എന്ന് ഒരു ചെറുപ്പക്കാരൻ, ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു ചെറുപ്പക്കാരൻ പങ്കുവച്ചത് ഞാൻ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതൊരു വലിയ ഉൾക്കാഴ്ചയാണ് എനിക്ക് തന്നത്. നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, യുവജനങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല എന്ന് പറയുമ്പോൾ ആത്യന്തികമായി നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ പ്രാർത്ഥനാ ജീവിതം കണ്ട് മുതിർന്നവരുടെ ആകട്ടെ, വൈദികരുടെ ആകട്ടെ, സമർപ്പിതരുടെ ആകട്ടെ, മെത്രാന്മാരുടെ ആകട്ടെ, മതാധ്യാപകരുടെ ആകട്ടെ, പ്രാർത്ഥനാ ജീവിതം കണ്ടിട്ട് അതുപോലെ പ്രാർത്ഥിക്കണം എന്ന് മറ്റുള്ളവർക്ക് തോന്നാൻ തക്ക വിധത്തിൽ മാതൃകാപരമായി നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല എന്നുള്ളത് നാം ഓരോരുത്തരും ഞാമ്പഴയാൾ ചൊല്ലി സമ്മതിക്കേണ്ടതും നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ നവീകരിക്കേണ്ടതുമാണ്. അതുകൊണ്ട് മാതാപിതാക്കളും മതാധ്യാപകരും സമർപ്പിതരും വൈദികരും എല്ലാം ശ്രദ്ധ വയ്ക്കേണ്ട ഒരു വലിയ മേഖലയാണത്. ഈശോ പ്രാർത്ഥിച്ചതുപോലെ പ്രാർത്ഥിച്ച് മാതൃക നൽകാൻ നമുക്ക് കഴിയാതെ പോകുന്നത് കൊണ്ട് ഈ തലമുറയ്ക്ക് പ്രാർത്ഥനയിൽ താല്പര്യം കുറഞ്ഞു എന്നുള്ളത്. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ വലിയ വെല്ലുവിളികൾ ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട് എന്നത് സത്യമാണ്. മുൻ തലമുറയിൽ എന്നതിനേക്കാളും ഒരുപക്ഷെ അതിൻ്റെ 10 ഇരട്ടി വിശ്വാസ പ്രതിസന്ധികളും വെല്ലുവിളികളും ഈ തലമുറയിലെ കുഞ്ഞുങ്ങൾ നേരിടുന്നുണ്ട്. കാരണം മതബോധന ക്ലാസ്സിൽ കേൾക്കുന്ന വിശ്വാസത്തിൻ്റെ ചില പാഠങ്ങളും മാതാപിതാക്കളിൽ നിന്ന് കേൾക്കുന്ന ചില പാഠങ്ങളും ഒഴിവായാൽ അവർ കേൾക്കുന്നത് അത്രയും വിശ്വാസവിരുദ്ധമായ കാര്യങ്ങളാണ്. സ്കൂളിൽ ചെന്നാൽ അവർ പഠിക്കുന്ന സിലബസിൽ വിശ്വാസത്തെ വെല്ലുവിളിക്കുന്നതും യുക്തിയെ പ്രോത്സാഹിപ്പിക്കുന്നതുമായ ചിന്തകളാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ അവർ പഠിച്ചതിനും കേട്ടതിനും വായിച്ചതിനും ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് അവർ സയൻസ് ക്ലാസ്സുകളിൽ പഠിക്കുന്നത്. അവരുടെ കൂട്ടുകാർ ക്രിസ്തീയ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നവരായി അവർക്ക് മുൻപിൽ നിൽക്കുകയാണ്. അവർ ടി വിയിലൂടെയും മറ്റ് വേദികളിലൂടെയും കേൾക്കുന്നത് അത്രയും സത്യവിശ്വാസത്തെ പരിഹസിക്കുന്ന ചിന്തകളാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം ആഴപ്പെടണമെങ്കിൽ അവർക്ക് ശരിയായ ബോധവൽക്കരണവും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടിയും നൽകാൻ ഈ കാലഘട്ടത്തിലെ വിശ്വാസ പരിശീലകർക്കും മാതാപിതാക്കൾക്കും കഴിയേണ്ടതുണ്ട് എന്ന സത്യം തിരിച്ചറിയുക. ഈ 2 മേഖലകൾ ക്രമീകരിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥന അഭ്യസിപ്പിക്കാൻ. പ്രാർത്ഥന കുഞ്ഞുങ്ങളെ അഭ്യസിപ്പിക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള എളുപ്പ വഴിയാണ് കുഞ്ഞുങ്ങളെ സുഹൃത ജപങ്ങൾ പഠിപ്പിക്കുക. നമുക്കറിയാം, ഈ വിശുദ്ധ കുർബാന സ്വീകരണത്തിന്, ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരുക്കമായി കുഞ്ഞുങ്ങൾ സുഹൃത ജപങ്ങൾ പഠിക്കാറുണ്ട്. സുഹൃത ജപങ്ങൾ, എൻ്റെ ഈശോയെ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അതൊരു സുന്ദരമായ പ്രാർത്ഥനയാണ്. വാസ്തവത്തിൽ നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ, കുടുംബ കൂട്ടായ്മ യോഗങ്ങളിൽ ഒക്കെയും കുഞ്ഞുങ്ങൾ ചെയ്യേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സുഹൃത ജപങ്ങൾ ആവർത്തിച്ച് ചൊല്ലാൻ പഠിക്കുക എന്നുള്ളതാണ്. അപ്രകാരം മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സുഹൃത ജപങ്ങൾ ചൊല്ലാൻ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയിലേക്ക് നയിക്കുന്നതിന് ഏറ്റവും സഹായകമാണ്. അതുപോലെ തന്നെ കുടുംബങ്ങളിലെ സന്ധ്യാപ്രാർത്ഥന, അത് ജപമാലയാകട്ടെ വിശുദ്ധ ഗ്രന്ഥ വായനയാകട്ടെ, കുഞ്ഞുങ്ങളെ കൊണ്ട് ചൊല്ലി പരിശീലിപ്പിക്കുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കാൻ അവർക്ക് അവസരം നൽകുന്നതിലൂടെ മാതാപിതാക്കളെ നിങ്ങൾ കുഞ്ഞുങ്ങളെ പ്രാർത്ഥനാ ജീവിതത്തിൽ വളരാൻ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കാൻ
കുഞ്ഞുങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് തന്നെ പരിശീലിപ്പിക്കണം. ഇപ്പോൾ വീട്ടിൽ ഒരാൾക്ക് രോഗമായ ആശുപത്രിയിലാണ്. ആ അവസരത്തിൽ എങ്ങനെ ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കണം എന്ന് കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ പരിശീലിപ്പിക്കണം. അതല്ല എങ്കിൽ ഒരു കൊടുങ്കാറ്റിൻ്റെ മുന്നറിയിപ്പുണ്ടായി, ഈ ചുഴലിക്കൊടുങ്കാറ്റിൽ നിന്ന് നമ്മളെ രക്ഷിക്കണമേ എന്ന് എങ്ങനെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് പഠിപ്പിക്കണം എന്ന് മാതാപിതാക്കൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിത്യജീവിതവുമായി ബന്ധപ്പെട്ട സത്യങ്ങളെ ആധാരമാക്കി പ്രാർത്ഥിക്കാൻ കുഞ്ഞുങ്ങളെ വീടുകളിൽ പരിശീലിപ്പിക്കുക, മതബോധന ക്ലാസ്സുകളിൽ പരിശീലിപ്പിക്കുക. അതിലൂടെയാണ് പ്രാർത്ഥനയിലേക്ക് കടന്നു വന്ന ഈ ഒരു ഉദാസീനതയെ നമുക്ക് അതിജീവിക്കാൻ പറ്റുന്നത് എന്ന് ഓർക്കുക. പിതാവേ, നമ്മൾ നമ്മുടെ സമൂഹത്തിൽ നല്ല മാതൃകകളാകാനായിട്ട് നമുക്ക് വ്യക്തിപരമായിട്ട് പരിശ്രമിക്കാം. കാരണം നാളത്തെ തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ ആ ഒരു വലിയ ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ നമുക്ക് മാതൃകകളാകാം. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുന്നതിൽ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള ചുമതലകൾ ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചും അതുപോലെ തന്നെ കർത്തൃ പ്രാർത്ഥനയെക്കുറിച്ചുമാണ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ട് ക്ലാസ് നയിക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്തത് അഭിവന്ധ്യ പാമ്പ്ളാനി പിതാവാണ്. പിതാവിന് ശാലോം TV പേരിലും പ്രേക്ഷകരായ നിങ്ങളുടെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രോഗ്രാമിൽ ചോദ്യങ്ങൾ എന്ന് ചോദിച്ചത് നിർമ്മലഗിരി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകരാണ്. അധ്യാപകർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.